മൂന്നാം അധ്യായം 18 തിരുവചനം. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള 30ഓളം സഹോദരങ്ങളുണ്ട്. 400 കിലോമീറ്ററിലധികം ട്രാവൽ ചെയ്താണ് അവര് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ എത്തിയത്. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരങ്ങളെയും അതുപോലെ മംഗലാപുരത്ത് നിന്ന് ഒരു വണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. 400ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എത്തിയിട്ടുള്ള അവരെയും പ്രത്യേകമായിട്ട് 2 ഗ്രൂപ്പുകളെയും സ്നേഹത്തോടുകൂടെ ഇന്ന് സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18 തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഭാസ്നച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. Hallelujah. Hallelujah. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഈ നവംബർ മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച ദിവസം കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഈ കൃപ തന്നിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു മാസം കൂടെ ആണ് ഇത്. നമുക്ക് അറിയാം, നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. നമ്മൾ നമ്മുടെ മരണമടഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ ഈശോയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ വിലയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശോയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരാൾ ആ വിലയിലേക്ക് എന്തിനാണ് വരുന്നത്? ഈശോയുമായി ഇടപെടാൻ വേണ്ടിയാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വരുന്നത് വേറെ ആരുമായും ഇടപെടാൻ വേണ്ടിയല്ല. നമ്മൾ ആരായിട്ട് ഇടപെടാൻ വേണ്ടിയാണ് വരുന്നത്? ഈശോയുമായിട്ട് ഇടപെടാൻ വേണ്ടിയാണ്. വേറെ ആരുമായിട്ട് ഇടികൂടാൻ വേണ്ടിയും. ഹല്ലേലൂയ. അപ്പൊ ആരായിട്ട് ഇടികൂടാനായിട്ടാണ് നമ്മൾ വരുന്നത്? ഈശോയായിട്ട് ഇടികൂടാൻ വേണ്ടി വരുന്നതല്ല. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് വേറെ ആൾക്കാരെ കണ്ടപ്പോ ഈശോയാണെന്ന് തോന്നി അവരോട് എന്ത് കൂടിയത്?
പിടികൂടാൻ വേണ്ടി വരുന്നതല്ല, എന്ത് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്? ഇടപെടാൻ വേണ്ടി. ആരുമായിട്ട് ഇടപെടാൻ വേണ്ടി? ഈശോയുമായിട്ട് ഇടപെടാൻ വേണ്ടി ആണ് നമ്മൾ. അങ്ങനെ ഈശോയുമായിട്ട് ഇടപെടുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം യേശുനാമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈശോയെ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകണമെങ്കിൽ നമ്മുടെ പദ്ധതികൾ ഈശോയുടെ പദ്ധതികളോട് ചേരണം. അതായത് ഈശോയുടെ പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ നമ്മുടെ പദ്ധതികളോ അത് മാറ്റിവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ആരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? അതെ, അപ്പോൾ നമ്മളിപ്പോൾ ആരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? സത്യമാണോ? അടുത്തിരിക്കുന്നവരോടൊന്ന് പറ്റാവുന്ന ആളാണെങ്കിൽ ഒന്ന് ചോദിക്കും, ആരുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങൾ ഉത്തരം ചോദിച്ച ആളോട് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അല്ലേ, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ഈശോയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഫലദായകമാകുന്നത്. രണ്ട്, മൂന്നാമതായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആരുടെ വികാരമാണ്? ഈശോയുടെ വികാരങ്ങൾ ഏറ്റെടുക്കണം. അപ്പൊ നമ്മുടെ വികാരങ്ങൾ എന്ത് ചെയ്യണം? അത് മാറ്റിവെക്കണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഈശോയുടെ പദ്ധതികളോട്, ഈശോയുടെ ആഗ്രഹങ്ങളോട്, ഈശോയുടെ വികാരങ്ങളോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ്. ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് പറഞ്ഞു. ഭയങ്കര ദേഷ്യം, കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്ന ദേഷ്യമാണ്. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഇത് ആരുടെ വികാരമാണ്? സ്വന്തം വികാരമാണ്. സ്വന്തം വികാരം മാറ്റിവെച്ചിട്ട് ഈശോയുടെ വികാരം ഏറ്റെടുക്കണം. അതാണ്, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ്. ഈശോയുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈശോയെ അന്വേഷിക്കണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ്. എല്ലാവരും അനുദപിക്കണം എന്നത് ഈശോയുടെ ആഗ്രഹമാണ്. എല്ലാവരും ഈശോയോടൊത്ത് വിരുന്നാസ്വദിക്കണം എന്നത് ഈശോയുടെ ആഗ്രഹമാണ്. നമ്മൾ വിജയം നേടണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ്. നമ്മൾ കരുണ കാണിക്കണമെന്നതും, നമ്മൾ നീതി പ്രവർത്തിക്കണമെന്നതും, നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്നതും ഈശോയുടെ ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ ഒരു പ്രത്യേക ആഗ്രഹമാണ്, പറഞ്ഞോ, നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നമ്മൾ നമ്മെ തന്നെ പരിത്യജിച്ച് തന്റെ പിറകെ ചെല്ലണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ പരിത്യജിച്ച് നമ്മുടെ കുരിശും എടുത്തുകൊണ്ട് ഈശോയുടെ പിറകെ പോകണം. നമ്മൾ കുരിശ് അന്വേഷിച്ച് അവിടെ ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല. ഉള്ള കുരിശെടുത്തോണ്ട് പോയാൽ മതി. കുരിശെടുക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. അല്ലേ, പണ്ട് അമ്മി കൊത്താനുണ്ടോ? അപ്പൊ ഉള്ള കുരിശെടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെ തന്നെ പരിത്യജിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഈശോയുടെ കുരിശെടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ സ്വാഭാവിക പ്രകൃതിക്ക് എന്തിഷ്ടമല്ല? ത്യാഗം ചെയ്യുക. പറഞ്ഞോ, എന്തിഷ്ടമല്ല? സഹനം ഇഷ്ടമല്ല. വെരി ഗുഡ്, കറക്റ്റ്. ചേട്ടന് കൈയടിച്ച് നമുക്ക്. നമ്മുടെ സ്വാഭാവിക പ്രകൃതിക്ക് സഹനം ഇഷ്ടമല്ല. ആർക്കെങ്കിലും സഹിക്കുന്ന ഇഷ്ടമാണോ? ഇല്ല. സ്വാഭാവിക പ്രകൃതിക്ക് എന്ന് പറഞ്ഞാൽ വീണുപോയ
ദ ഫോളൻ നേച്ചർ, വീണുപോയ നമ്മുടെ പാപം മൂലം വീണുപോയ സ്വാഭാവിക പ്രകൃതി. നമ്മൾ പറയും, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്, സുഖിച്ച് ജീവിക്കാനല്ലേ ഈ ജീവിതം. ഈ ജീവിതം എന്തിനുള്ളതാണ്? സുഖിക്കാനുള്ളതല്ലേ ജീവിതം, തിന്നാനുള്ളതല്ലേ ഭക്ഷണം, അല്ലേ? കുടിക്കാനുള്ളതല്ലേ വീഞ്ഞ്, അല്ലേ? ഡ്രിങ്ക്സ്. ഏത് ഡ്രിങ്ക്സ്? കൂൾ ഡ്രിങ്ക്സ്. കുടിക്കാനുള്ളതല്ലേ ഡ്രിങ്ക്സ്, കാണാനുള്ളതല്ലേ കാഴ്ച, സിനിമയൊക്കെ. അപ്പോൾ കിടക്കാനുള്ളതല്ലേ കട്ടില്, ഉടുക്കാനുള്ളതല്ലേ വസ്ത്രം, പിന്നെ ആഭരണങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മളുടെ സ്വാഭാവിക പ്രകൃതി ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് സൂയിച്ച് നടന്ന് അതൊക്കെ കണ്ട് അവിടെയൊക്കെ പോയി ഇങ്ങനെ നടക്കാനുള്ളതാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യനോട് ഈശോ പറയുകയാണ്, തന്നെ തന്നെ പരിത്യജിക്കുക. നീ നിന്നെ തന്നെ പരിത്യജിക്കുക. ഒന്ന്, നിന്റെ സമ്പത്ത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് അത് ഒഴിവാക്കിയിട്ട് നീ എന്റെ പിറകെ വരിക. 3, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ഈശോ പറയുമ്പോൾ വ്യക്തികളെ നീ ഒഴിവാക്കി എന്ന് പറഞ്ഞ ഈശോയുടെ താഴെ മാത്രം അവരോടുള്ള സ്നേഹം വെക്കുക. അതായത് നീ നിന്നെ തന്നെയും വ്യക്തികളെയും സമ്പത്തിനെയും എല്ലാം എന്നേക്കാൾ ഉപരി ഒന്നും സ്നേഹിക്കരുത്. ഇതിനേക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളതിനെയെല്ലാം ഈശോയേക്കാൾ അധികം സ്നേഹിച്ചാൽ എന്തു പറ്റും? ഈശോ ഒരു വിവാഹ വിരുന്നിന്റെ ഉപമ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇല്ലേ? കുറെ പേരെ കല്യാണത്തിന് വിളിച്ചു. കല്യാണത്തിന് വിളിച്ചതിന് ശേഷം വിളിച്ചപ്പോ അവര് വരാന്നൊക്കെ പറഞ്ഞു. തലേ ദിവസം വരണോന്നൊക്കെ പറഞ്ഞതാണ്. തലേ ദിവസം തന്നെ വന്നാക്കാന്നൊക്കെ പറഞ്ഞു. അവസാനം വിവാഹ വിരുന്ന് റെഡിയായി കഴിഞ്ഞപ്പോ ഫോൺ ചെയ്തു. റെഡി ആയിട്ടുണ്ട്, വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, ഇന്നലെ തന്നെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് നേരം വെളുത്തിട്ടും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരാൾ പറയാണ്, അയ്യോ ഇന്നായിരുന്നോ? ഞാൻ ആ ഡേറ്റ് ഓർത്തില്ലട്ടോ, ഇന്ന് വരാൻ പറ്റില്ല. ശരി, ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഒക്ടോബർ 15-ാം തീയതിയിലെ ബിരിയാണി കഴിക്കാം 16-ാം തീയതി വന്നാൽ നടക്കോ? ഇല്ല. കുറെ ആൾക്കാർ വ്യാഴാഴ്ച വന്നിട്ട് ബിരിയാണി ഉണ്ടോന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടര് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട്, അത് അളക്കാൻ പോവാണെന്ന്. മേടിച്ചതിന് ശേഷമാണ് അളക്കാൻ പോകുന്നത്. അപ്പോ അവർക്ക് പ്രധാനപ്പെട്ടത് എന്താണ്? സ്ഥലമാണ്, വിരുന്നല്ല. നിന്റെ വിരുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ടടേ. അതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. വേറൊരു കൂട്ടര് പറഞ്ഞു, ഞങ്ങൾ കാളകളെ മേടിച്ചിട്ടുണ്ട്, അത് പരീക്ഷിക്കാൻ പോവാണ്, അതിന്റെ വാല് താഴ്ത്തുമുട്ടി കിടക്കാണോ അല്ലേ എന്ന് നോക്കാൻ പോവാണ്. ഇല്ലേ, പശുവിനെ മേടിക്കുമ്പോ വാല് താഴെ മുട്ടിക്കിടക്കണം. അപ്പൊ അത് പരീക്ഷിക്കാൻ പോവാണെന്ന് പറയുന്നു. അതായത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിന്റെ വിരുന്നല്ല, ഞങ്ങളുടെ കാളയാണ്. മൂന്നാമതൊരു കൂട്ടര് പറഞ്ഞു, ഞങ്ങളിപ്പോ റീസെന്റ് ആയിട്ടാണ് കല്യാണം കഴിച്ചത്, ഹണിമൂണിന് പോവാണ്, ഊട്ടിക്ക് പോവാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ വിരുന്ന് ഏത് വിരുന്ന്? കുർബാന എന്ന് പറയുന്ന വിരുന്ന്, കൂദാശ എന്ന് പറയുന്ന വിരുന്ന്, വചന ശുശ്രൂഷ എന്ന് പറയുന്ന വിരുന്നിന് വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ വയലാണ്, കാളയാണ്, കല്യാണമാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പലതും പറഞ്ഞ് അവര് പോയി. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതിനേക്കാളൊക്കെ അധികം നിങ്ങൾ എന്നെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് എന്റെ ശിഷ്യരാകാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അല്ലേ, അച്ഛനൊരു ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഒരു സഹോദരിക്ക് ധ്യാനത്തിന് പോകാൻ പറ്റുന്നില്ല. കാരണം 20 വയസ്സുള്ള മകൻ വീട്ടിലുണ്ട്, കൊച്ചിന് ചോറ് കൊടുക്കണം. കൊച്ചിന് ചോറ് വെച്ചു കൊടുത്താ പോരെ, വിളമ്പി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് ധ്യാനത്തിന് പോകാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു വചനം നമ്മൾ പറഞ്ഞത് എന്താണ്? ആത്മപരിത്യാഗം എന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ ഒരു തരത്തിലും എന്റേതല്ല, പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതാണ്
ആത്മപരിത്യാഗം. ഒരിക്കൽ വലത് കരം ഉയർത്തി വീശിക്കൊണ്ടതെന്ന് പറയാം. ഞാൻ ഒരു തരത്തിലും എന്റേതല്ല, പൂർണ്ണമായും ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് ആത്മപരിത്യാഗം. എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്, അതൊന്നും എന്റേതല്ല എന്ന ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് ആത്മപരിത്യാഗം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്ഥലമുണ്ടാകാം, വീടുണ്ടാകാം, ബിസിനസ് ഉണ്ടാകാം, മക്കളുണ്ടാകാം. ഇതെല്ലാം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ജോബ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാൻ ഇവിടെ ഉടമസ്ഥനല്ല, ഞാൻ ആരാണ്? കാര്യസ്ഥനാണ്. നമ്മൾ ഇതിന്റെ ഒന്നും ഉടമസ്ഥരല്ല. നിങ്ങൾക്കൊരു വീടുണ്ടോ? കാര്യം ശരിയാണ്, പട്ടയത്തിൽ നിങ്ങളുടെ പേരാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് ആരുടേതല്ല, നിങ്ങളുടേതല്ല, നമ്മളുടേതല്ല. അതാരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ സ്ഥലം എവിടെ ഉണ്ടാകും? അവിടെ തന്നെ ഉണ്ടാകും. നമ്മുടേതായിരുന്നെങ്കിൽ നമ്മളിത് കെട്ടിപ്പെറുക്കി കൊണ്ടുകൊണ്ടായിരുന്നോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആത്മപരിത്യാഗം എന്ന് കേൾക്കുമ്പോൾ അതൊരു അമൂർത്തമായ, നമുക്കത് എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടുന്നില്ല, അല്ലേ? പുടി കിട്ടിയോന്ന് ചോദിച്ചോ, പുടി കിട്ടിയില്ല, പിടികിട്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു 13 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. ആത്മപരിത്യാഗത്തിന്റെ 13 ബിബ്ലിക്കൽ വേസ്, ബൈബിള് പഠിപ്പിക്കുന്ന ഒരു 13 വഴികൾ. കുറച്ചുകൂടി വായിച്ച കൂടുതൽ വഴികൾ കണ്ടെത്താൻ പറ്റും. നമ്മൾ 13 പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് വിചാരിക്കാം. ഒന്ന്, നമുക്കൊരു അവകാശമുണ്ട്. എന്താണത്? പ്രതികാരം ചെയ്യാനുള്ള അവകാശം. എന്നെ നോക്കി തെറി പറഞ്ഞ ഒരാളെ തിരിച്ച് എന്ത് പറയാനുള്ള അവകാശമുണ്ട്? ഇല്ലേ? ഒരു തെറി പറഞ്ഞ ആൾക്കെതിരെ എത്ര എണ്ണം പറയാൻ അവകാശമുണ്ട്? അല്ലെങ്കിൽ ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛ അവൻ എന്റെ അപ്പനെ വിളിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ അവന്റെ അപ്പനും അമ്മക്കും വിളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ട്. എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ അവകാശത്തെ കുറിച്ച് ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളല്ല അത് ഉപേക്ഷിക്കുക, അവകാശം ഉപേക്ഷിക്കുക. നിങ്ങൾക്കെതിരെ ചെയ്ത ഒരു ദ്രോഹത്തിന് തിരിച്ച് ദ്രോഹം ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ ഭൗമികമായി സംസാരിക്കുമ്പോൾ ഒരവകാശമുണ്ടെങ്കിലും ദൈവികമായി അതില്ല, അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് എന്ത്? ആത്മപരിത്യാഗം. എന്നോട് മിണ്ടാതെ നടന്നാൽ ഞാനും മിണ്ടാതെ നടക്കും. അങ്ങനെയുണ്ട് പ്രതികാരം. എന്നോട് മുഖം വീർപ്പിച്ചാൽ ഞാനും മുഖം വീർപ്പിക്കും. എന്നെ കണ്ടപ്പോ മുഖം തിരിച്ചവരെ കാണുമ്പോ ഞാനും. ഒരാള് വഴിക്കൂടെ, വേലിയുടെ വഴിക്കൂടെ പോവായിരുന്നു. അയാള് പെട്ടെന്ന് കാർക്കിച്ച് തുപ്പി. എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോ നീ കാർക്കിച്ച് തുപ്പുവല്ലേ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ മുണ്ടെടുത്ത് ചെന്നിട്ട് അയാളുടെ മുമ്പിൽ വീടിന്റെ മുന്നിൽ. ഹല്ലേലൂയ. അയാളുടെ വായയിൽ കരിമീൻ കഴിച്ചപ്പോ മുള്ളു കയറിയതുകൊണ്ട് അയാൾ കാർക്കിച്ച് തുപ്പിയതാണ്. ഓക്കെ, പറഞ്ഞു വരുന്നത് പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഒരാൾക്ക് 10,000 താലന്ത് ഇളച്ചു കിട്ടി. കഴിഞ്ഞ ആഴ്ച അച്ഛനിത് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് 10,000 താലന്ത് ഇളച്ചു കിട്ടി. അയാളിൽ നിന്ന് 100 ദനാറ എടുത്തുകൊണ്ടുപോയവനെ കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്? അയാളുടെ കൊരക്കിന് പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് തിരിച്ചു തരിക. അയാൾക്ക് എന്തുണ്ട്? ഇപ്പൊ 100 ദനാറ കടം കൊടുത്ത ആൾക്കൊരു അവകാശമുണ്ട്. എന്താണ് അവകാശം? ഞാൻ കൊടുത്തത് എനിക്ക് തിരിച്ചു കിട്ടണം. ആ അവകാശം കോടതി അംഗീകരിച്ചു. ഇവര് കോടതി പോയി.
ഈ 100 ദനാറ് ഞാൻ ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാൾ എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് കോടതി പോയി. കോടതി എന്ത് ചെയ്തു? തന്റെ വാദം ശരിയാണ്, 100 ദനാറ് നിങ്ങൾക്ക് തരുന്നതുവരെ ഇയാൾ ജയിലിൽ കിടക്കട്ടെ. കോടതി വിധിച്ചു. ആര് ജയിച്ചു? 100 ദനാറ് കടം കൊടുത്ത ആള് കോടതിയില് ജയിച്ചു. എഴുതിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ജയിച്ചു. ആ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ആദ്യം അയാൾക്ക് 10,000 താലന്ത് ഇളച്ചു കൊടുത്ത ഒരാള്. അയാൾ കോടതിയൊന്നുമല്ല, അയാൾ രാജാവാണ്, അതിക്ക് മുകളിലേക്ക് ഉണ്ടാവും. അപ്പൊ അയാള് പറഞ്ഞു, നിനക്ക് വിധിക്കാമെങ്കിൽ ഞാനും നിന്നെ വിധിക്കുമെന്ന് പറഞ്ഞ് അയാളെയും പിടിച്ച് ജയിലിടുക. പറഞ്ഞു വരുന്നത്, നിനക്ക് പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടെങ്കിലും ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ്? നീ ഹൃദയപൂർവം ക്ഷമിക്കുക എന്നതാണ്. ഇങ്ങനെ ഹൃദയപൂർവം ക്ഷമിക്കണമെങ്കിൽ നിനക്ക് എന്തുണ്ടാകണം? ആത്മപരിത്യാഗം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എന്റെ ആ 100 ദനാറ് പോയത് പോട്ടെ എന്ന് പറയാൻ എനിക്ക് കിട്ടിയ ആ പ്രശാസം, എന്നെ നിന്ദിച്ചത് അപമാനിച്ചത് പോട്ടെ, ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല, അത് വിട് എന്ന് പറയുന്നൊരു മനോഭാവം ഉണ്ടാകണം. അച്ഛന്റെ ചോദ്യം, നിനക്ക് ആ മനോഭാവമുണ്ടോ? എന്തുകൊണ്ടാണ് നീ ക്ഷമിക്കാതെ ഹൃദയത്തിൽ പലതും കൊണ്ടു നടക്കുന്നത്? ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറക്കാനും പൊറുക്കാനും പറ്റുന്നില്ല, ചത്താലും മറക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ചത്തു കഴിഞ്ഞാൽ പോലും അവളെ ഈ വീട്ടിൽ കയറ്റരുതെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. എന്താണ്? അവള് ധിക്കരിച്ചിറങ്ങിപ്പോയതാണ്. ധിക്കരിച്ച് ഇറങ്ങിപ്പോയവളെ വീട്ടിൽ കയറ്റരുത്, എന്റെ ശവം പോലും അവളെ കാണിക്കരുത്. ശരിക്കും ഈ അപ്പന് പിന്നീട് ക്യാൻസർ വന്നു, അപ്പം മരിച്ചു. അപ്പം മരിച്ചപ്പോ 2 കുട്ടികളെയുമായി അവൾ അപ്പന്റെ മൃതശരീരം കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നപ്പോ ആങ്ങളെ വട്ടം നിന്നിട്ട് പറഞ്ഞു, അകത്ത് കയറിപ്പോകരുതെന്ന് പറഞ്ഞു. നിന്നെ മൃതശരീരം പോലും കാണിക്കരുതെന്നായിരുന്നു അപ്പന്റെ അവസാനത്തെ ആഗ്രഹം. നീ കാരണമാണ് അപ്പന് ക്യാൻസർ വന്ന് മരിച്ചത്, നീയാണ് അപ്പനെ കൊന്നത്, ഇറങ്ങിപ്പോയിക്കോന്നു. പ്രതികാരം ചെയ്യാൻ അവകാശമുള്ള മനുഷ്യര് നമ്മളോട് ഈശോ പറയാണ്, നിന്റെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം അതുപേക്ഷിച്ചിട്ട് ഹൃദയപൂർവം ക്ഷമിക്കാനുള്ള ഒരവകാശം കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. അപ്പോ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്, ഒന്നാമതായി. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ആത്മപരിത്യാഗത്തിന്റെ രണ്ടാമത്തെ വരി എന്ന് പറയുന്നത്, രണ്ടാമത്തെ വചനം ഇതാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് സേവ്യർ ഒരു കോളേജിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ യൂറോപ്പിൽ പ്രൊഫസറായിരുന്ന ഫ്രാൻസിസ് സേവ്യർ എല്ലാ അവകാശങ്ങളോടും കൂടെ, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാൻ, നല്ല ശമ്പളം കിട്ടി, നല്ല സമൂഹത്തിൽ, നല്ല ഒരു കോളേജ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജീവിക്കാനുള്ള അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ തീരദേശത്ത്, നമ്മുടെ കടപ്പുറത്ത് അവൻ, ആ വിശുദ്ധൻ ഇതാ അലഞ്ഞു നടക്കുകയാണ്. ആത്മാക്കളെ തരിക, ആത്മാക്കളെ തരിക, മറ്റെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് കടത്തീരത്ത് അവൻ ആത്മാക്കളെ തേടി നടക്കുകയാണ്. പാവപ്പെട്ടവരുടെ, മുക്കുവരുടെ ഒക്കെ അടുത്ത് ചെന്ന് ഈ ആത്മാക്കളെ തരിക, ഈശോയെ കൊടുത്തുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. ലക്ഷക്കണക്കിന് മക്കൾക്ക് ജ്ഞാനസ്നാനം നൽകിക്കൊണ്ട് നടക്കുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നവൻ നമ്മുടെ ഈ നാട്ടിലെ കടപ്പുറത്ത് അവൻ മണലിൽ കിടന്നുറങ്ങുകയാണ്. ആ മണലിലെ ചൂടേറ്റ്, ആ മണലിലെ തണുപ്പേറ്റ്, രാത്രിയിലും പകലും, ഇരവിലും പകലിലും ആത്മാക്കളെ തരുക എന്ന് പാടിക്കൊണ്ട്, ഇതാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് കർത്താവ് മതി എന്ന് പറയുന്നു. അമ്മ ത്രേസ്യ ഗവൺമെന്റിൽ ചേർന്നപ്പോൾ, ചേരുന്നതിന് മുമ്പത്തെ കാര്യം അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ചേർന്നപ്പോൾ അമ്മ ത്രേസ്യക്ക് ഗവൺമെന്റിൽ ഒരു പ്രത്യേക മുറി,
പ്രത്യേക മുറിയും ബാക്കിയുള്ളവർക്ക് കിട്ടിയതുപോലെയല്ല. 100-200ഓളം സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നതിൽ പലരും പാവപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പാവപ്പെട്ട സിസ്റ്റേഴ്സിന് മുറിയില്ല. അപ്പോൾ കാശുള്ള വീട്ടിൽ നിന്നായതുകൊണ്ട് അമ്മ ത്രേസ്യക്ക് പ്രത്യേകിച്ച് നല്ല സൗകര്യങ്ങളുള്ള മുറി, പിന്നെ ശുശ്രൂഷിക്കാൻ വേണമെങ്കിൽ ഒരു സർവന്റ്, വേലക്കാരിയൊക്കെ ആയിട്ട് ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷം ആദ്യം ചേർന്ന കോൺവെന്റിൽ ഉണ്ടായിരുന്നു. അമ്മ ത്രേസ്യ തീരുമാനിച്ചു, ഈ സുഖങ്ങളോടുകൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിച്ചിട്ട് ഈ സുഖങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി അവൾ പരിശ്രമിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഇനി മൂന്നാമതായി ആത്മപരിത്യാഗമെന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ വഴി ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്നതാണ്. എന്താണ് അവകാശം? ഇല്ലേ? നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ബഹുമാനിക്കപ്പെടാനും ആദരിക്കപ്പെടാനുമുള്ള അവകാശം ഞാൻ ഉപേക്ഷിക്കുന്നു. പറയുന്നത് എന്താണെന്ന് വല്ല പേടിയുണ്ടോ? പേടിയുണ്ട് ഇല്ലെങ്കിൽ ഒത്തും പറഞ്ഞു തരാം. ഇന്ന് മുഴുവൻ പറയാൻ പോകുന്ന പലതിരി കരങ്ങളും ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് യേശുവിനെ പ്രതി ബഹുമാനിക്കപ്പെടാനും ആദരിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം ഞാൻ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണിതെന്ന് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഉദാഹരണം. നമുക്ക് ഒരു അവകാശമുണ്ട്. എന്താണ്? നമ്മൾ ചെയ്യാത്ത തെറ്റ് നമുക്കെതിരെ പറയാൻ പാടുണ്ടോ? ഉണ്ടോ? നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മൾ ചെയ്തു എന്ന് നമുക്കെതിരെ ആരെങ്കിലും പറയാൻ പാടുണ്ടോ? പാടില്ല. അപ്പോ നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ അപമാനിച്ചു. നമ്മൾ എന്ത് ചെയ്യും? അന്ന് അത് ചോദിച്ചിട്ട് തന്നെ, നീയാണോടി അത് പറഞ്ഞത്? നീയാണോടാ അത് പറഞ്ഞത്? ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞത് ആരാണ്? അല്ലേ? മൈക്ക് കെട്ടിവെച്ചിട്ട് ആരാണ് ഇവിടെ പറഞ്ഞത്? ഈ കുടുംബശ്രീയിൽ ഞാൻ ചെയ്യാത്തത്, ഞാൻ കാശെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാശെടുക്കാത്തത്, ഞാൻ കാശെടുത്തെന്ന് പറഞ്ഞത് ആരാണ്? നീയല്ലേ? തള്ളയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തുണ്ടായി? നമ്മൾ അപമാനിക്കപ്പെട്ടു. പെട്ടോ ഇല്ലയോ? പെട്ടു. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതാണിപ്പോ വായിച്ചത്. നമുക്ക് ഒരവകാശമുണ്ട്. എന്ത്? അംഗീകരിക്കപ്പെടാൻ. നമ്മൾ അപമാനിക്കപ്പെടേണ്ടവരല്ല. പക്ഷേ ആ അവകാശം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച്, ആ അവകാശം പോലും ഉപേക്ഷിക്കുന്നതാണ് എന്ത്? ആത്മപരിത്യാഗം. എന്റെ അമ്മോ, പെട്ടെന്ന് മനസ്സിലാകാൻ വേറൊരു ഉദാഹരണം പറയാം. ഫാദർ പിയോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇദ്ദേഹത്തിന് പഞ്ചക്ഷതമുണ്ടായി. 1918 പഞ്ചക്ഷതമുണ്ടായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി 5:30 കുർബാനയ്ക്ക്, കാലത്ത് 5:30 കുർബാന കൂടാൻ വേണ്ടി തലേ ദിവസം തന്നെ അടുത്തുള്ള ഹോട്ടലുകളിലൊക്കെ ആളുകൾ വന്ന് താമസിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം കാലത്ത് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഫാദർ പിയോ ചെല്ലുന്ന കുർബാന കൂടാൻ വേണ്ടി വരാനൊക്കെ തുടങ്ങി. പഞ്ചക്ഷതങ്ങൾ കാണുന്നു, അതിൽ നിന്ന് സുഗന്ധമുണ്ടാകുന്നു. നമുക്കൊക്കെ മുറിവുണ്ടായി അത് പൊറുക്കാതിരുന്ന അതിൽ നിന്ന് എന്തായിരിക്കും വരുന്നത്? പക്ഷെ ഫാദർ പിയോയുടെ ശരീരത്തിൽ നിന്ന് റോസാപ്പൂവിന്റെയും മുല്ലപ്പൂവിന്റെയും ഒക്കെ സുഗന്ധം വരുന്നു, വലിയ അഭിഷേകം ഉണ്ടാകുന്നു. അപ്പൊ ചിലപ്പോ കുർബാനയൊക്കെ ചൊല്ലുമ്പോ അത് 3 മണിക്കൂർ നേരത്തേക്ക് ഫാദർ പിയോ ഇങ്ങനെ ദിവ്യകാരുണ്യം ഉയർത്തിയതിനു ശേഷം ഉയർത്തിയ കാര്യം മറന്നുപോകുന്നു, ഒരു എക്സ്റ്റസിയിലാകുന്നു. അപ്പോ പിന്നീട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത് ഉയർത്തിയിട്ട് താഴ്ത്താത്തത്? അപ്പോ ഫാദർ പിയോ പറയുകയാണ്, ഞാൻ എന്റെ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. ഉയർത്തി 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്.
അപ്പോൾ അത്രമാത്രം സ്വർഗീയ അനുഭവങ്ങൾ, ജനം ഈ സ്വർഗീയ അനുഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയപ്പോ 1922 മുതൽ പരാതികൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. എന്തിനെക്കുറിച്ച്? ഇയാളുടെ ഈ പഞ്ചക്ഷതം ഇയാള് തന്നെ ഒരു കാർബൺ ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഒരു സൈക്കോളജിസ്റ്റും ഒരു ദൈവശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള ഒരാളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് വെറുതെ, പുള്ളിക്കാരനോട് ഇത്തിരി എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, വേറൊരാളാണ്, ഇത് തട്ടിപ്പാണ്, അതുകൊണ്ട് ഇയാള് വിലക്കണം, ഇയാള് തന്നെ ഇത് സ്വയം ഉണ്ടാക്കിയെടുത്ത പഞ്ചക്ഷതങ്ങളാണ്, ഇത് ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. ഇയാള് കാർബൺ ഒഴിച്ച് എന്തോ ആസിഡൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയെടുത്താണെന്ന്. അത് കഴിഞ്ഞ് ഇങ്ങനെ കംപ്ലൈന്റ്, പരാതികൾ നിരന്തരം അയക്കപ്പെട്ടു. അതുപോലെ ഫാദർ ബിയോയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സറിയാനായിട്ടുള്ള കൃപയുണ്ടായിരുന്നു. കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോ കള്ളക്കുമ്പസാരം നടത്തുന്നവരോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, നീ ഇന്ന തെറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും. കാരണം ഫാദർ ബിയോയ്ക്ക് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അടുത്ത് വന്നിരിക്കുന്ന ആള് ചെയ്ത തെറ്റുകൾ എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ മറച്ചു വെച്ച് കുമ്പസാരിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ദേഷ്യപ്പെടും. അപ്പൊ ചില ആളുകൾ പരാതി പറഞ്ഞു, ഇദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ അപമര്യാദയായി പെരുമാറി. അങ്ങനെ പെരുമാറിയതിന്റെ ചില ആളുകള് എന്ത് ചെയ്തു എന്ന് വെച്ചാ, കുമ്പസാരക്കൂട്ടിൽ ഫാദർ പിയോ കുമ്പസാരം നടത്തുന്ന കുമ്പസാരക്കൂട്ടില് ഓഡിയോ റെക്കോർഡിംഗ് കൊണ്ടുപോയി വെച്ചു. അറിയാതെ ഓഡിയോ റെക്കോർഡിംഗ് കൊണ്ടുപോയി വെച്ചിട്ട് ഫാദർ പിയോ കുമ്പസാരം കേട്ടപ്പോ ചില ആളുകളോട് തിരിച്ച് ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ അവരെ തിരുത്തിക്കൊണ്ട് അവരുടെ പാപങ്ങളൊക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കുന്ന ഓഡിയോ ക്ലിപ്പൊക്കെ എഡിറ്റ് ചെയ്ത് അതൊക്കെ അയച്ചു കൊടുത്തു, പരിശുദ്ധ പിതാവിനെ അയച്ചു കൊടുത്തിട്ട്. അവസാനം ഇതിന്റെയൊക്കെ ഫലമായി 1931 ഫാദർ ബിയോയെ കുർബാന ജനത്തിന് ചൊല്ലുന്നതിൽ നിന്ന് വിലക്കി. പോപ്പ് പറഞ്ഞു, ഇനി വിശ്വാസ തിരുസംഘം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പൊതുവായി കുർബാന ചെല്ലാൻ പാടില്ല, ഒരു കൂദാശകളും നിങ്ങൾ ഇനി കുമ്പസാരം കേൾക്കണ്ട, കുർബാന പ്രൈവറ്റ് ആയിട്ട് മുറിയിലിരുന്ന് കുമ്പസാരം കേൾക്കണ്ട, എന്തിന് വരുന്ന കത്തിന് പോലും മറുപടി അയക്കാൻ പാടില്ല, ആരെയും കാണാൻ പാടില്ല. 1931 മുതൽ 33 വരെ 2 വർഷങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ഫാദർ ബിയോ എന്ന് പറയുന്ന വിശുദ്ധനെ അപമാനിക്കുകയും, അതിനു മുൻപ് 22 മുതൽ തുടങ്ങിയതാണ്, അത് ക്ലൈമാക്സിൽ എത്തുന്നതാണ്. അങ്ങനെ 2 വർഷം അദ്ദേഹത്തെ കുർബാന ചൊല്ലുന്നതിൽ നിന്ന്, ജനത്തിന് കുർബാന ചൊല്ലുന്നതിൽ നിന്ന് വിലക്കി. അച്ഛൻ ചോദിക്കട്ടെ, എന്തിനുള്ള അവകാശമാണ്? അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനുമുള്ള അവകാശം. ആ അവകാശം ആരുപേക്ഷിച്ചു? ഈ വിശുദ്ധന് ഒരു പരാതിയും പറയാതെ കുർബാന ചൊല്ലണ്ട, ജനത്തിനു വേണ്ടി കുർബാന ചൊല്ലണ്ടേ? വേണ്ട, ആത്മപരിത്യാഗമാണ്. തെളിയിക്കാനൊന്നും പോയില്ല. പലതരത്തിൽ ആരോപണങ്ങൾ, പണം മോഷ്ടിച്ചു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു. പണം ഫാദർ പിയോയുടെ കുറെ കൂട്ടുകാര് ഫാദർ പിയോയ്ക്ക് ആശുപത്രി പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണേഷൻസ് കൊടുത്തിരുന്നു. അത് വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സഭാധികാരികൾ പറഞ്ഞപ്പോ അത് ഫാദർ പിയോ അംഗീകരിച്ചില്ല. അപ്പോൾ ആ മേഖലയിൽ പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾ ഉണ്ടാക്കി, ചില കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് കുമ്പസാരം 1934 കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം തിരിച്ചു കൊടുത്തപ്പോഴും ആദ്യം കുറച്ചു നാള് നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്നും കുമ്പസാരിപ്പിക്കണം, ആണുങ്ങളെ മാത്രം കുമ്പസാരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അത് നീക്കം ചെയ്തത്. പിന്നെയും കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് സ്ത്രീകളെ കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വൈദികനോട് പറയാണ്, നിങ്ങൾ ആള് ശരിയല്ല, നിങ്ങൾ സ്ത്രീകളെ കുമ്പസാരിപ്പിക്കണ്ട. ആദ്യം പറഞ്ഞു നിങ്ങൾ ആരെയും കുമ്പസാരിപ്പിക്കണ്ട, പിന്നെ പറഞ്ഞു നിങ്ങൾ പുരുഷന്മാരെ മാത്രം. 2 കൊല്ലം കഴിഞ്ഞപ്പോ ഇനി ആരെങ്കിലും കുമ്പസാരിപ്പിച്ച അത് പുരുഷന്മാരെ മാത്രം കുമ്പസാരിപ്പിച്ചാ മതി എന്ന് പറയുന്ന രീതിയിൽ എത്രമാത്രം ഹ്യൂമിലിയേഷൻ ആണെന്ന് നോക്കിയേ, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത്രമാത്രം ഈ അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴും ഫാദർ ബിയോ എന്ത് ചെയ്തു?
അംഗീകരിക്കപ്പെടാനുള്ള, എന്റെ വിശുദ്ധി തെളിയിക്കാനുള്ള അവകാശങ്ങളൊക്കെ പരിത്യജിച്ചു. അതാണ് ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാന്യം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് നടക്കാൻ ആർക്ക് അവകാശമുണ്ട്? എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്, ഇല്ലേ? ഉണ്ട്. നിങ്ങൾ മീന ബർവ എന്ന് പറഞ്ഞ ഒരു 28 വയസ്സുകാരി ഒരു കന്യാസ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മീന ലളിത ബർവ എന്നാണ് ആ കന്യാസ്ത്രീയുടെ പേര്. 28 വയസ്സ്. 2008 ഓഗസ്റ്റ് മാസം 25-ാം തീയതി വർഗീയവാദികള് ഈ സിസ്റ്റർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ദിവ്യ ജ്യോതി പാസ്റ്ററൽ സെന്റർ എന്ന് പറയുന്ന കണ്ടമാലിലുള്ള ഈ പാസ്റ്ററൽ സെന്ററിലേക്ക് ഇരച്ചു കയറി. അവിടെ മലയാളിയായിട്ടുള്ള മറ്റൊരു വൈദികനും കൂടി ഉണ്ടായിരുന്നു, തോമസ് ചെല്ലൻ എന്ന് പറയുന്ന ഒരു വൈദികൻ. ഇവര് ഈ പാസ്റ്ററൽ സെന്ററിലേക്ക്, രൂപതയുടെ കട്ടക് ഭുവനേശ്വർ അതിരൂപതയുടെ പാസ്റ്ററൽ സെന്റർ ആണ് ഈ ദിവ്യ ജ്യോതി പാസ്റ്ററൽ സെന്റർ എന്ന് പറയുന്നത്. അങ്ങോട്ട് വർഗീയവാദികള് ഇടിച്ചു കയറുകയും ഈ സിസ്റ്ററെ നഗ്നയാക്കുകയും ചെയ്തു. 28 വയസ്സ്. പൂർണ്ണമായി നഗ്നയാക്കിയിട്ട് ഈ സഹോദരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. എന്നിട്ട് വൈദികനെ വടിവെച്ചുകൊണ്ടും വടികൊണ്ടുമൊക്കെ തല്ലിച്ചതച്ച് അച്ഛനെയും നഗ്നനാക്കി. രണ്ടുപേരെയും പൂർണ്ണ നഗ്നരാക്കിയിട്ട് ആ തെരുവിലൂടെ ഇവരെ വലിച്ചിഴയ്ക്കുകയാണ്. വലിച്ചിഴയ്ക്കുന്ന സമയത്ത് 2008 ഓഗസ്റ്റ് 25, അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. വലിച്ചിഴയ്ക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട്, കഴുത്ത് വെട്ടടാ എന്ന് പറയുന്നുണ്ട്. കഴുത്ത് വെട്ടാനുള്ള കത്തികൾ അവരുടെ കൈകളിലുണ്ട്, വാളുകളുണ്ട്. ആർക്കെങ്കിലും എന്ന് തോന്നിയാൽ മതി കഴുത്ത് വെട്ടും. കത്തിക്കട എന്ന് പറയുന്നവരുണ്ട്. കത്തിക്കാനുള്ള എണ്ണയും പന്തവും അവരുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് തോന്നിയാൽ മതി, ഈ രണ്ടുപേരും അവിടെ കത്തിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ മീന സിസ്റ്ററിന് 28 വയസ്സായിരുന്നു. ഇന്ന് 45 വയസ്സാണ്. സിസ്റ്റർ ഇന്ന് ഒരു അഡ്വക്കേറ്റ് ആണ്. സിസ്റ്റർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതികളിൽ വാദിക്കാനായിട്ട് സിസ്റ്റർ കറുത്ത കോട്ടുമിട്ട്, ആ സന്യാസ വസ്ത്രത്തിന് മീതെ കറുത്ത കോട്ടുമിട്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് പറഞ്ഞേ, സിസ്റ്ററിന് തന്റെ കന്യാത്വം സൂക്ഷിക്കാനുള്ള അവകാശമില്ലേ? ആർക്കു വേണ്ടിയാണ് അവർ തന്റെ വിശുദ്ധി, തന്റെ കന്യാത്വം, തന്റെ ശരീരത്തിന്റെ വിശുദ്ധി, തന്റെ ബഹുമാനം നിറഞ്ഞ ആ അവസ്ഥ വേണ്ട എന്നല്ല, അത് ഉപേക്ഷിക്കാൻ, അതിനെക്കുറിച്ച് പരിതപിച്ചു കൊണ്ടിരിക്കാൻ, അതിനെ ഓർത്ത് ഞാനിത് അപമാനിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഇനി ഈശോ എന്നെ സംരക്ഷിച്ചില്ല, ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അവള് ദേശം വിട്ട് അല്ലെങ്കിൽ സഭ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത്, ധീരതയോടെ മുന്നോട്ട് വരികയാണ്. നമുക്കറിയാവുന്ന മറ്റൊരു ചരിത്രമുണ്ടല്ലോ, വിശുദ്ധ ആഗ്നസിന്റെ ചരിത്രം. 3-ാം നൂറ്റാണ്ടിൽ 13 വയസ്സുള്ള പെൺകുട്ടി, മനോഹരിയായിരുന്നു, സുന്ദരിയായിരുന്നു. ഈ പെൺകുട്ടിയെ ഗവർണറുടെ മകൻ വിവാഹാലോചന നടത്തിയപ്പോ ആഗ്നസ് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതം എന്റെ മണവാളനായ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിൽ ക്രുദ്ധനായി ഗവർണറുടെ മകൻ പോയി വിവാഹാലോചന നടത്തിയിട്ട് കൊടുത്തില്ല. അവള് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഈശോയുടെ മണവാട്ടിയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇവൾ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അവളെ പിടിക്കുകയും
ഈ പെൺകുട്ടിയെ നഗ്നയാക്കി, നിങ്ങൾ ഓർക്കണം 13, 12, 13 എന്നാണ് പറയാറുള്ളത്. ഈ 13 വയസ്സുള്ള പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കിയിട്ട് തെരുവിലൂടെ അവർ വലിച്ചിഴച്ച് ഒരു വേശ്യാലയത്തിലേക്ക്, റോമാ നഗരത്തിന്റെ തെരുവീതിയിലൂടെ ആഗ്നസ് എന്ന് പറയുന്ന 13കാരിയെ വലിച്ചിഴച്ച് വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മളൊരു അത്ഭുതം ഇങ്ങനെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അവളുടെ മുടി വളരുകയും, അത്ഭുതകരമായി അവളുടെ മുടി വളരുകയും, അവളുടെ ശരീരത്തിന്റെ നഗ്നത വളർന്ന മുടി കൊണ്ട് ദൈവം മറച്ചു കൊടുക്കുകയും ചെയ്തു എന്ന്. പക്ഷേ അച്ഛന് ഈ മീന സിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഇതാ സിസ്റ്റർ നഗ്നയായി മുന്നോട്ട് പോകുമ്പോ, അവര് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോ ഒരത്ഭുതവും സംഭവിച്ചിട്ടില്ല. ഒരു മുടിയും വളർന്നിട്ടില്ല, ഒരു ഭാഗവും മറക്കപ്പെട്ടിട്ടില്ല. ആഗ്നസ്, വിശുദ്ധ ആഗ്നസിനെ അവർ വേശ്യാലയത്തിലാക്കി. വേശ്യാലയത്തിൽ കാമഭ്രാന്തന്മാർ അവളുടെ വിശുദ്ധി കവരാൻ കാത്തുനിന്നു. അവളെ നോക്കിയവർ, അവളെ അശുദ്ധിയോടെ നോക്കിയവരുടെ കണ്ണുകൾ അന്ധമായി. അവളെ സമീപിച്ചവർ കുഴഞ്ഞു വീണു. അങ്ങനെ അവളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അവളെ നശിപ്പിക്കാമെന്ന തീരുമാനം പിൻവലിച്ച് അവളെ കഴുത്ത് വെട്ടി കൊല്ലുകയാണ് പിന്നീട് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശമില്ലേ? അംഗീകരിക്കപ്പെടാനുള്ള അവകാശമില്ലേ? നേരത്തെ പറഞ്ഞ തോമസ് ചെല്ലൻ എന്ന് പറഞ്ഞ അച്ഛൻ വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം വിധിക്ക് കീഴടങ്ങുകയാണ്, മരണത്തിന്. അപ്പോ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കാൻ ഈശോ നമ്മോട് പറയുന്നതിന് മുൻപ്, അച്ഛൻ ഇന്ന് ആ കാര്യങ്ങൾ മാത്രം എണ്ണി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കണമെന്ന് നമ്മോട് പറയുന്നതിന് മുൻപ് ഈശോ എപ്രകാരമാണ് അത് തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചത് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന്റെ ഏറ്റവും ഫസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ എന്താണ് വിളിച്ചത്? പിശാചുക്കളെ പുറത്താക്കിയ ഈശോയെ അവരെന്താണ് വിളിച്ചത്? പിശാചുക്കളുടെ തലവൻ എന്ന് വിളിച്ചു. നീയാണ് പിശാചുക്കളുടെ തലവൻ. നമ്മളെയാണ് ആരെങ്കിലും പിശാചുക്കളുടെ തലവൻ എന്ന്, നിനക്ക് പിശാച് ബാധത ഉണ്ടെന്ന് പറഞ്ഞ, നിന്നെ ഒരു പിശാച് പിടിച്ചിട്ടുണ്ടെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞ നമ്മൾ എന്തു പറയും? അവര് വിവരം അറിയും. പിന്നെ നമ്മളോടൊന്നല്ല, അവര് ലോകത്ത് വേറെ ആരോടും അങ്ങനെ പറയില്ല. അതിനുള്ള പണി നമ്മൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിലാണ് പ്രത്യേകമായി ഈശോ മാനസികമായി അപമാനിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈശോ നിന്ദിക്കപ്പെടുന്നതിനെ കുറിച്ച്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയുടെ മുഖത്ത് തുപ്പിയതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ മുൾമുടി ചൂടിയതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. ഈശോയുടെ അപമാനങ്ങള്, ശാരീരികമായ പീഡനങ്ങളെ ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത് ഈശോ അനുഭവിച്ച മാനസിക വ്യഥകളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ഈശോ അനുഭവിച്ച അപമാനത്തെ പറഞ്ഞുകൊണ്ടാണ്. ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഒരു വചനം എടുത്ത് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 63-ഉം 65-ഉം തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 22, 63 മുതൽ 65 വരെ. അച്ഛൻ വായിക്കാം. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. യേശുവിന് കാവൽ നിന്നിരുന്നവർ എന്ത് ചെയ്തു? അവനെ പരിഹസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് പരിഹസിക്കപ്പെടാൻ വേണ്ടി ഈശോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ആര് പരിഹസിക്കപ്പെട്ടു? ബഹുമാനിക്കപ്പെടുന്നതിന് പകരം പരിഹസിക്കപ്പെട്ടു. അപ്പൊ ഈശോ ഏത് അവകാശമാണ് ഉപേക്ഷിച്ചത്? ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ആരുപേക്ഷിച്ചു?
ഹല്ലേലൂയ. അതിനുശേഷം അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവർ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞ് അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. ഹല്ലേലൂയ. അവർ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക്, അവർ അവനെ അധിക്ഷേപിച്ചു. നമ്മളെയാണ് അധിക്ഷേപിക്കുന്നതെങ്കിലോ, നമ്മളെയാണ് പരിഹസിക്കുന്നതെങ്കിലോ? അപ്പൊ ഈശോ എന്ത് ചെയ്തു? ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിച്ചു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അപ്പോ നമ്മളുടെ യേശുനാമ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഫലം കാണണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ ബഹുമാനിക്കപ്പെടാനൊക്കെ ഉള്ള ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ ഈ വചനം ലൂക്ക 22:63 മുതൽ 63-65 വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, പരിഹസിച്ചു, അവർ അവനെ അധിക്ഷേപിച്ചു, 3 അവനെതിരായി പലതും പറഞ്ഞു. ആഹാ, അധിക്ഷേപിച്ചെന്ന് മാത്രമല്ല, അവനെതിരായി പലതും പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എഴുതാൻ പ്രയാസമുള്ളതുകൊണ്ടായിരിക്കും എഴുതാതിരുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറയാറില്ലല്ലോ. അവൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അവനെതിരായി അവർ പലതും പറഞ്ഞു. ഓക്കെ, അത് മതി. അടുത്ത വചനം എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 11-ാമത്തെ തിരുവചനം വായിക്കാം. ലൂക്ക 23:11. ഹെരോദസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറി. നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് നിന്ദ്യമായി എന്ന് പറയുന്ന വാക്കാണ്. അവനോട് നിന്ദ്യമായി പെരുമാറി. അച്ഛൻ ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മെക്കുറിച്ച് പലതും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ അല്ലേ? ഒരപ്പൻ മകനോട് പറഞ്ഞു, എടാ നീ മര്യാദക്ക് നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞതാണ്. ഈ അപ്പൻ പറഞ്ഞു, നീ മര്യാദക്ക് പഠിക്കുകയും ഈ മൊബൈൽ നോക്കിയിരിക്കുകയൊക്കെ അവസാനിപ്പിച്ചിട്ട് മര്യാദക്ക് സ്കൂളിൽ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ലെന്ന് അപ്പൻ പറഞ്ഞു. നീ എന്റെ കൈ അറിയും എന്നപ്പം പറഞ്ഞു. അപ്പൊ ഈ അപ്പനോട് മകൻ പറയാണ്, അപ്പ എന്റെ കൈ എന്താണ് മാങ്ങ പറിക്കാൻ പോകുന്നത്? അപ്പൻ ഒരാവേശത്തിന് പറഞ്ഞതാണ്. അപ്പൊ കൊച്ചേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പനോട് ചോദിക്കാണ്, അപ്പൻ എന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ കൈ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹെരോദസ് പടയാളികൾ, ലൂക്ക 23:11, ഹെരോദസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറി. ഈശോ എങ്ങനെ പ്രതികരിച്ചു? നിശബ്ദനായി പെരുമാറി. അവനെ അധിക്ഷേപിച്ചു, നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന ഈശോ ഏത് ഈശോയാണ്? നമ്മൾ ആവിലായിലെ തിരുനടയിൽ ആദ്യം കണ്ടുവരുന്ന ഈശോ ഏത് ഈശോയാണ്? പരിഹാസ രാജാവായ ഈശോയാണ്. പരിഹാസ രാജാവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടാൻ, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന ഉടമ്പടിയാണ്. പറയാൻ എന്തെളുപ്പം അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പരിഹാസ രാജാവായ ഈശോയെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ എന്നല്ലേ?
അവൻ പരിഹാസ രാജാവാണെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ അവനെ പോലെ ആകണമെന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മൾ പരിഹാസത്തിന്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തോക്കെടുക്കുന്നവരാകുന്നു. ഒരു വാക്ക് പോലും സഹിക്കാൻ പറ്റാത്തവരായി മാറുന്നു. അപ്പോ ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറി, അവനെ അധിക്ഷേപിച്ചു, അവനെ ആ ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് അപമാനിച്ച് പറഞ്ഞയച്ചു. ഈശോ മിണ്ടുന്നില്ല. കാരണം അവൻ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിച്ചിരിക്കുന്നു. അടുത്തത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. അച്ഛൻ അതിൽ നിന്ന് പിക്ക് ചെയ്ത് വായിക്കാം. 35 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചാൽ മതി. 23-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം. ജനം നോക്കി നിന്നു, പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോ അവനെ രക്ഷക എന്ന് വിളിക്കുന്നില്ല, ദൈവപുത്ര എന്ന് വിളിക്കുന്നില്ല. അവനെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലും വെറുതെ വിടാത്തവരാണ്. നമ്മൾ പറയും, ഞാൻ ഇത്രയൊക്കെ സഹിച്ചു കിടക്കുമ്പോഴും ശവത്തി കുത്താൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. കുരിശി തൂങ്ങിക്കിടക്കുന്നവനെ നോക്കി പരിഹസിച്ചിട്ട്, പ്രമാണികള് പരിഹസിച്ചിട്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. എന്താ അവര് പറയുന്നതിന്റെ അർത്ഥം? അല്ലെ, നമ്മൾ ചോദിക്കാറില്ലേ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആണെങ്കിൽ രക്ഷിക്കട്ടെ എന്നാണ്, അല്ലേ? അതല്ല അതിന്റെ അർത്ഥം. ക്രിസ്തുവാണ് പോലും, അതാണ് അതിന്റെ അർത്ഥം. അർത്ഥം മനസ്സിലായോ? ഇത് ഈ കൂടുതൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതാണ്, നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞല്ലോ, എന്തായി? അപ്പോ നീ ക്രിസ്തു അല്ല, നീ തെരഞ്ഞെടുക്കപ്പെട്ടവൻ. നീ പറഞ്ഞല്ലോ, എന്നെ ഇതാ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും, ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ ഇതാ അവിടെ തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈശോയെ അവർ നിന്ദിക്കുന്നത്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല, നീ ക്രിസ്തു അല്ല, നീ ദൈവപുത്രനുമല്ല, നീ ഒരു പിണ്ണാക്കുമല്ല എന്നാണ് ആരോട് പറയുന്നത്? ദൈവത്തോട്, ഈശോയോട് പറയുന്നത്. ഈശോയുടെ പ്രതികരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈശോ ബഹുമാനിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അവകാശം ഉപേക്ഷിച്ചിട്ടാണ് കുരിശിൽ കിടക്കുന്നത്. നമ്മളോട് ആരെങ്കിലും ചോദിക്കാണ്, നീ ആരാണെന്നാണ് നിന്റെ വിചാരം എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മ പറയും, ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ട്. ഹല്ലേലൂയ. അത് ചിലപ്പോ ഭാര്യ ഭർത്താവിനോടായിരിക്കാം, ചേട്ടൻ എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടായിരിക്കും. യെസ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈശോയെ അവർ പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ ക്രിസ്തു അല്ല. നീ പറഞ്ഞതൊക്കെ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. നീ ക്രിസ്തു അല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവനും അല്ല. ഇനി പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്തുകൊണ്ട് അവനെ പരിഹസിച്ചു പറഞ്ഞു. അണ്ടർലൈൻ ചെയ്യുക, പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. എന്താണ് ചേട്ടാ അതിന്റെ അർത്ഥം? ചേച്ചി പറ, നേരത്തെ പറഞ്ഞ ഉത്തരം പറ. നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? രാജാവ്, അതാണ് അതിന്റെ അർത്ഥം.
കുരിശിൽ കിടക്കുന്നവൻ ഇനി ഒരു കാലത്തും അവിടെ നിന്നിറങ്ങി വരില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറയുന്ന പരിഹാസത്തിന്റെ വാക്കാണ് ഈ രാജാവാണെങ്കിൽ ഇറങ്ങി വരാൻ പറയുന്നത്. അല്ലാതെ ഇറങ്ങി വരുമെന്ന് നോക്കിക്കൊണ്ട് പറയുന്നത് അല്ലാതെ നീ അവിടെ കിടന്ന് പുഴുത്തു ചാവും എന്ന് പറയുന്നൊരു വാക്കാണത്. ഹല്ലേലൂയ. അപ്പോൾ പടയാളികൾ പരിഹസിച്ചു. പ്രിയപ്പെട്ടവരെ, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അർത്ഥം, നീ ഒരു രാജാവുമല്ല, നീ ഒരു, നിങ്ങൾ പരിചയമുള്ള വാക്കുകൾ ഡാഷിൽ കൂട്ടിച്ചേർത്താ മതി. ഹല്ലേലൂയ. ഇനി അടുത്തത്, കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു. നമ്മളും പറയാറില്ലേ, അവര് ഞങ്ങളെ ദുഷിച്ചു പറഞ്ഞു. അവര് ദുഷിപ്പുകളാണ്, ദുഷിപ്പ് പറയുന്നവരാണ്. എന്താണ് ദുഷിച്ചു പറഞ്ഞത്? അച്ഛാ, ഞാൻ എന്താണ് ദുഷിച്ച് നേരത്തെ പറഞ്ഞ ഉദാഹരണമില്ലേ, കുടുംബശ്രീന്ന് ഞാൻ ആകെ 5000 രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്നെ ദുഷിച്ചു പറഞ്ഞു. എന്തെന്ന് ദുഷിച്ചു പറഞ്ഞത്? ഞാൻ 10,000 എടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്നോട് 10,000 അടക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവര് എന്നെ കള്ളി എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? കള്ളി എന്ന് വിളിച്ചു. ഞാൻ ആത്മഹത്യ ചെയ്യോച്ച. എന്തിന്? 5000 രൂപക്ക് വേണ്ടിയാ? അതല്ല എന്നെ എനിക്ക് എങ്ങനെ ഇനി തല ഉയർത്തി അവരെന്നെ ഇത്രമാത്രം അവരെന്നെ ഒരാള് കള്ളിന്ന് വിളിച്ചപ്പോ ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതെ തല മുമ്പിട്ടിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവരും ഇവര് പറയുന്നത് അംഗീകരിക്കുന്നു എന്നല്ലേ? ഇനി ഞാൻ എന്തിനാണ് അച്ഛോ ജീവിക്കുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യും. അച്ഛൻ പറഞ്ഞു, ചേച്ചി ആത്മഹത്യ ചെയ്യണ്ട, 5000 രൂപ അച്ഛൻ തരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ദുഷിച്ച ഒരു വാക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോ അങ്ങനെ താങ്ങാൻ പറ്റാത്ത നമ്മള് ആര്? പാപികളായിട്ടുള്ള പലതരത്തിലുള്ള തിന്മകൾ ചെയ്തിട്ടുള്ള നമുക്ക് അല്ലേ, നമ്മൾ ആരും ഈശോയെ പോലെ വിശുദ്ധരൊന്നും അല്ലല്ലോ. അപ്പോ പാപങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ള നമ്മെ ഒരാള് പാപിയെന്ന് വിളിച്ചപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. ആണ് ഈശോ പറഞ്ഞത്, ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്ക. ഇതാണ് പ്രിയപ്പെട്ട ഒരു ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ കുറ്റവാളികളിൽ ഒരുവൻ പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഹല്ലേലൂയ. ഈശോ ക്രിമിനൽസിന്റെ കൂടെ കൊല്ലപ്പെടാനായിട്ട് അതും ഒരു അപമാനമാണ്. കുരിശിൽ തൂക്കി നിർത്തുന്നു. എത്രമാത്രം പറഞ്ഞു വരുന്നത്, എത്രമാത്രം അപമാനിക്കപ്പെടാമോ അത്രമാത്രം ഈശോ അപമാനിക്കപ്പെട്ടു എന്നതാണ്. ഒരു മനുഷ്യന് എത്രമാത്രം നിന്ദിക്കപ്പെടാൻ കഴിയുമോ അതിന്റെ നെല്ലിപ്പലക, അതിന്റെ ഏറ്റവും അടിത്തട്ട് വരെ ഈശോ അപമാനിക്കപ്പെട്ടു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നോർത്തേ, ആ ബറാബാസിന്റെയും ഈശോയെയും ഇത് ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് തന്നെ എത്ര വലിയ അപമാനമാണ്. തുലനം ചെയ്യുകയാണ്. ഈശോയെ കൊലപാതകിയായിട്ടുള്ള ബറാബാസിനെ തുലനം ചെയ്തിട്ട് പറയാണ്, ഈ ഈശോയെ വേണോ ബറാബാസിനെ വേണോ? അതായത് ന്യായാധിപന്റെ കണ്ണിൽ രണ്ടുപേരും തുല്യരാണ്. അപ്പോ ജനം മുഴുവൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറയുമ്പോ ഈ കൊലപാതകിയായ ബറാബാസിനുള്ള വില പോലും ഈശോയ്ക്ക് കൊടുക്കാതെ വിലകെട്ടവനായി സമൂഹം മുഴുവൻ കണക്കാക്കപ്പെടുന്ന വില കുറഞ്ഞവൻ, വിലകെട്ടവനായി എല്ലാവരും അപമാനിക്കുക. അവനെ കൊണ്ടുപോയി കൊല്ല്, അവനെ അങ്ങോട്ട് കൊണ്ടുപോയി തീർക്ക്, ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു കാതുണ്ടല്ലോ. ഒരു മകള് പറഞ്ഞു, ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിൽ ഒരു ചെറിയ വഴക്കൊക്കെ കഴിഞ്ഞ് അതിനകത്ത് അപ്പനും അമ്മയും ഒക്കെ ഇടപെട്ട് ആകെ 2 പേര് കൂടി പറഞ്ഞു തീർക്കേണ്ടത് 4 പേര് കൂടെ വഷളാക്കി വെച്ചിരിക്കുന്ന സമയമാണ്. അപ്പോ ഇവള് കരഞ്ഞുകൊണ്ട് ബെഡ്റൂമിൽ ഇരിക്കുമ്പോ അപ്പുറത്ത് ഭർത്താവിന്റെ അമ്മ അവനോട് പറയാണ്, നീ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയടാ.
നീ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. ആരെ? അപ്പോൾ അപമാനിക്കപ്പെടുകയാണ്. ഈശോ ബറാബാസിനെ മതി, ഈശോയെ വേണ്ട, അവനെ കൊണ്ടുപോയി കൊല്ല. അച്ഛൻ ചോദിക്കട്ടെ, ഈശോയ്ക്ക് ബഹുമാനിക്കപ്പെടാൻ ഒരു അധികാരമില്ലേ? ഒരവകാശവും ഇല്ലേ? ആ അവകാശങ്ങള് ബഹുമാനിക്കപ്പെടാനുള്ള എല്ലാ അവകാശങ്ങളും അവൻ വേണ്ട എന്ന് വെച്ച് കള്ളന്മാരുടെ കൂടെ, കള്ളൻ എന്ന് വിളിക്കപ്പെട്ട്, വ്യഭിചാരി എന്ന് വിളിക്കപ്പെട്ട് ഈശോ കുരിശില് മരിക്കുകയാണ്. ആ പരിഹാസ രാജാവിനെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ആവിലയിലെ തിരുനട കയറുന്നത്. ആ പരിഹാസ രാജാവിന്റെ മുഖം കണ്ടുകൊണ്ടാണ് അവിടെയും ഇവിടെയും ബന്ധിക്കപ്പെട്ട ഈശോ അവിടെ നിൽക്കുമ്പോ നിന്ദനമേറ്റ തിരുമുഖത്തെ നോക്കിക്കൊണ്ടാണ് നമ്മൾ മുട്ടേൽ വലിയുന്നത്. അതുകൊണ്ടാണ് അവിടെയും ഇവിടെയും വലതും മുൻപിലുമായി അവന്റെ നിന്ദനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് മുട്ടേൽ വലിയുമ്പോ, പ്രിയപ്പെട്ടവരെ, ചങ്കിലേറ്റെടുക്കണം. ബഹുമാനിക്കപ്പെടാനുള്ള, ആദരിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിക്കുന്നുവെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ നൊമ്പരങ്ങള്, പരാതികള് എവിടെ നിന്നാണ് വരുന്നത്? എന്നെ അവര് മൈൻഡാക്കിയില്ല, എന്നെ അവര് വേദനിപ്പിച്ചു. എങ്ങനെ? കത്തിക്ക് കുത്തിയോ? ഇല്ല, തുറിച്ചു നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെ അപമാനിക്കപ്പെട്ടത്, ഈശോ ഇങ്ങനെ അപമാനം ഏറ്റെടുത്തത് എന്തിനാണ്? അച്ഛൻ അടുത്ത ആഴ്ച പറയാം. ഈശോ ഇങ്ങനെ അപമാനിക്കപ്പെട്ടത് കൊണ്ട് വല്ല ഗുണമുണ്ടായോ? എന്തിനു വേണ്ടിയാണ് ഈശോ അപമാനിക്കപ്പെട്ടത്? ഇത്രയും പറഞ്ഞ് ഇന്നച്ഛൻ അവസാനിപ്പിക്കാം. അപമാനിക്കപ്പെടുന്നവരുടെ വേദനകള് ഏറ്റെടുക്കാനും നമ്മെ അപമാനത്തിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് ഈശോ അപമാനങ്ങൾ ഏറ്റെടുത്തത് എന്നത് എണ്ണി എണ്ണി നമ്മൾ അടുത്ത ആഴ്ച ധ്യാനിക്കുന്നതായിരിക്കും. ഈശോ ഏറ്റെടുത്ത, ഈശോ നമ്മിൽ നിന്ന് അകറ്റിയ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെ ഈശോ ഏറ്റെടുത്ത മനുഷ്യകുലത്തിന്റെ അപമാനങ്ങളുടെ കഥ. അവൻ അപമാനിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ ബഹുമാനിക്കപ്പെടുന്നവരായി സ്വർഗത്തിൽ മാറുകയാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ഈശോയെ അനുകരിച്ച് അപമാനങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി മറ്റുള്ളവർ സ്വർഗത്തിൽ ബഹുമാനിതരാകും. അതാണ് ആത്മീയ ശാസ്ത്രം. അത് നമുക്ക് അടുത്ത ആഴ്ച ധ്യാനിക്കാം.